ഇന്ന് തുലാമാസത്തിലെ കറുത്തപക്ഷ പഞ്ചമിയാണ്. പഞ്ചമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാരാഹി അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട ദിവസം. മറ്റൊരു പ്രത്യേകത, ഞായറാഴ്ചയാണ് ഇന്ന് പഞ്ചമി വന്നിരിക്കുന്നത്. ശക്തി ദൈവങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത്. ഞായറാഴ്ചയിലെ രാഹുകാല പൂജയൊക്കെ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രസിദ്ധവുമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് വൈകിട്ട്, ഇപ്പോൾ നേരത്തെ ഇരുട്ടുന്നത് കൊണ്ട് തന്നെ 7 മണിയാകാൻ കാത്തിരിക്കണമെന്നൊന്നുമില്ല. ഒരു 6-6:30 ആകുമ്പോഴൊക്കെ തന്നെ നമ്മുടെ വീടുകളൊക്കെ നല്ല രീതിയിൽ ഇരുട്ട് പടർന്നിരിക്കും. അതുകൊണ്ട് ആ ഒരു സമയത്ത് വാരാഹി ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യണം. ഇനി അഭിഷേകം ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം. ഫോട്ടോയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. ഇനി ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ദേവിയായി സങ്കല്പിച്ചൊരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കത്തിച്ചാൽ മതിയാകും. ചിലർ പഞ്ചമിക്ക് തേങ്ങാദീപം കൊളുത്തും, ചിലരാവട്ടെ 5 ദീപങ്ങൾ കൊളുത്തുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ചെയ്തു വരുന്നത് ആ രീതിയിലുള്ള ദീപം കൊളുത്തുക. 5 ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. പഞ്ചമി നായികയാണ് വാരാഹി അമ്മ എന്നതുകൊണ്ടാണ് നമ്മൾ 5 ദീപങ്ങൾ പറയുന്നത്. അങ്ങനെ 5 ദീപങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ കൊളുത്തി, ദീപത്തിൻ്റെ നാളം അമ്മയെ നോക്കിയോ അല്ലെങ്കിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ആവാം. കൊളുത്തിയതിന് ശേഷം നിവേദ്യമായിട്ട് നിങ്ങൾക്ക് മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഭൂമിക്കടിയിൽ വിളയുന്ന എന്തും ദേവിക്ക് ഇഷ്ടമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാനകം, മാതള നാരങ്ങയിൽ തേൻ ഒഴിച്ചു വെക്കുക, അങ്ങനെയൊക്കെ സമർപ്പിക്കാം. ഇതൊക്കെ സമർപ്പിച്ചിട്ട് അമ്മയ്ക്ക് മുൻപിലിരുന്ന് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആഗ്രഹം, സാധിച്ച് കിട്ടേണ്ടുന്ന ഒരു ആഗ്രഹം ദേവിയോട് പറയണം. അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ വെറും 5 പ്രാവശ്യം ചൊല്ലിയാൽ മതിയാവും. വളരെ സ്പീഡിലൊന്നും ചൊല്ലരുത്. എന്തെങ്കിലും പുഷ്പങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പം ഓരോ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം. അതായത് താമരപ്പൂവോ റോസപ്പൂവോ മുല്ലപ്പൂവോ അങ്ങനെയുള്ള, പ്രത്യേകിച്ച് ശംഖുപുഷ്പമാണെങ്കിൽ വളരെ നല്ലതാണ്. വെള്ള കളറിലെയോ നീല കളറിലെയോ ശംഖുപുഷ്പം 5 എണ്ണം ഉണ്ടെങ്കിൽ അത് 5 എണ്ണം എടുത്ത് അത് ഓരോന്നായിട്ട് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ നാരങ്ങ, 5 നാരങ്ങ എടുത്ത് അത് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം. അല്ലെങ്കിൽ ഗ്രാമ്പു, 5 ഗ്രാമ്പു എടുത്ത് അത് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ 5 പ്രാവശ്യം ചൊല്ലുക. മന്ത്രം ഇതാണ്: ഓം ഇഷ്ടാർത്ഥി ധായിന്യേ നമ. ഈ മന്ത്രം അമ്മയുടെ 108 നാമങ്ങളിൽ, അതായത് വാരാഹി അഷ്ടോത്തര ശതനാമാവലിയിലെ ഒരു മന്ത്രമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ദേവി. ഓം ഇഷ്ടാർത്ഥി ധായിന്യേ നമ. ഇത് ചൊല്ലി എല്ലാം സമർപ്പിച്ച് വീണ്ടും ആഗ്രഹം അമ്മയോട് പറഞ്ഞ് ധൂപദീപ ആരതിയൊക്കെ എടുക്കണം. തീർച്ചയായും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും.